ഫ്രണ്ട്സ്, IDBI ബാങ്കിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഗ്രാജുവേഷൻ എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരാരുടെ മാക്സിമം നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മന്ത്ലി നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നമുക്ക് 50,000 മുകളിൽ സാലറിയും ഒട്ടനവധി അലവൻസും ഉണ്ട്. പിന്നെ പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്, നല്ല പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാം. ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ, നമുക്ക് ജാം എന്നാണ് അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ജാം അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഗ്രേഡ് O ആണ് വരുന്നത്. 2025-26 റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പാൻ ഇന്ത്യ ബേസിൽ, അതായത് നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ആയിട്ടുള്ള വേക്കൻസികളൊക്കെയാണ് ആയിട്ടാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക് വേക്കൻസി ഉണ്ടാകും. അപ്പോൾ ഇവിടെ ടോട്ടൽ വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 676 വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. വേക്കൻസിയുടെ എണ്ണം നമ്മൾ നോക്കണ്ട. ഇതിൽ റിസർവ്ഡ് ഫോർ നിങ്ങൾക്കൂടെ കാണാം. ജനറൽ വേക്കൻസി 271 വേക്കൻസി ജനറൽ കാൻഡിഡേറ്റ്സിന്, SCക്ക് 140, STക്ക് 74, OBCക്ക് 124, EWCന് 67. പിന്നെ PWD കാൻഡിഡേറ്റ്സിൽ തന്നെ വിവിധ കാറ്റഗറി വൈസ് വേക്കൻസീസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആണ് ആദ്യം തന്നെ പറയുന്നത്. അത് ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും May 1 എന്ന് പറയുന്ന ഡേറ്റ് അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും May 1 കണക്കാക്കിയായിരിക്കും ഇതിൻ്റെ ആ ഒരു എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ക്വാളിഫൈഡ് ആണോ, ഏജ് ലിമിറ്റ് അത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്ന ആ കട്ട് ഓഫ് ഡേറ്റ് May 1 പ്രത്യേകം ശ്രദ്ധിക്കാം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റ് May 7 അഡ്വർടൈസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും May 8 മുതൽ May 20 വരെ നമുക്ക് സമയമുള്ളൂ കേട്ടോ. May 8 മുതൽ May 20 വരെ ഒരു ചെറിയ ടൈമാണുള്ളത് അപ്ലൈ ചെയ്യാൻ. May 8 മുതൽ May 20 ഉള്ളിൽ നമ്മൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാം നടക്കുന്ന ഡേറ്റ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. June 8 എക്സാമും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമെങ്കിലും നമ്മൾ ആ ഡേറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഏജ് ലിമിറ്റാണ്. അപ്പോൾ May 1 നിങ്ങൾക്ക് മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മിനിമം ഏജ് May 1 20 പൂർത്തിയായിരിക്കണം. May 1 മാക്സിമം ഏജ് ലിമിറ്റ് 25 കഴിയാനും പാടില്ല. അപ്പോൾ 20 to 25 ഉള്ളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും, അതായത് OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് 28 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മാനും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ GOCL എജുലാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും GOCL എജുലാൻഡ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഏജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പുതിയൊരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്തുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് GOCL എജുലാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ പേയ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ 499 രൂപയാണ് 50% ഓഫ് ഉണ്ട്. അത് ഇതിൽ 499 പ്ലസ് നിങ്ങൾക്ക് ഒരു 200 റുപ്പീസും പാടെ നിന്ന് മൈനസ് ആവും. അതിനൊരു കൂപ്പൺ കോഡ് ഉണ്ട്. നമ്മുടെ GOCL എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി നിങ്ങൾ സ്പേസ് ഇടാതെ 40 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 200 രൂപ അതിന് മൈനസ് കിട്ടും. അങ്ങനെ നിങ്ങൾക്കത് ബൈ ചെയ്യാം. ബൈ ചെയ്തുള്ള ബെനിഫിറ്റ് ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ജോബ് അപ്ഡേറ്റ്സ് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടന്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കണ്ടന്റ് എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. അത് നോക്കിയാൽ മതി. നിങ്ങൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എന്താ മെയിലെ ജോബ്സ് ആണ്. മെയിലെ ജോബ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ട് എക്സിക്യൂട്ടീവ്. ഓക്കെ, അതിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ PDF ആയിട്ടും ഇതിൽ ലിങ്കും ഉണ്ട്. ഇത് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് PDF കാണാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ വർക്ക് ഫ്രം ഹോം ഉണ്ട്. ഇത് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ആമസോൺ ചാനൽ ടീം ലീഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന ആമസോൺ സെയിൽ സ്പെഷ്യലിസ്റ്റ്, ഒക്കെ ഏരിയ മാനേജർ, ഇതിൻ്റെയൊക്കെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ജോലികളും അതുപോലെ തന്നെ എയർപോർട്ട് ജോബ്സ് ഒരു 3 ഫയൽ ഇതിലുണ്ട്. എയർപോർട്ട് ജോബ്സ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിലവിൽ എന്താണ് വോക്ക് ഇൻ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, എയർപോർട്ട് ജോബ്സ് അതിൽ നമ്മൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എയർപോർട്ട്
ഓപ്പറേഷൻ ആൻഡ് കസ്റ്റമർ സർവീസ്, ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ ക്യാബിൻ അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ ഇത്തരം പ്രൈവറ്റ് മേഖലയിലൊക്കെയുള്ള ജോലികളൊക്കെ ഇതിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ്. അതിൽ തന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓപ്പൺ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യട്ടോ. ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി അത് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും. പിന്നെ ഒരു ജോബ് ഫെയറിൻ്റെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യും. അതുപോലെ അപ്രന്റീഷിപ്പ്, ഇന്റേൺഷിപ്പ്, ഇനി വേറെ ഏതെങ്കിലും ഫോൾഡറൊക്കെ വേണം നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെലവൻ്റ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളനുസരിച്ച് ഫോൾഡറൊക്കെ ആഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടൻറ്റൊക്കെ അതിലിട്ടരും. പിന്നെ അവിടെ നിങ്ങൾക്ക് യാതൊരുവിധ ആഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളിതിൻ്റെ മറ്റു ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോട് കൂടിയുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. എനി ഡിസിപ്ലിനാണ്, ഒരു ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം ജനറൽ, EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. എന്നാൽ ഈ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വെറും 55% മാർക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ ലിറ്ററസി, നിങ്ങൾക്ക് മറ്റു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, അത്യാവശ്യം നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ്. വേറെ നമുക്ക് മറ്റു സർട്ടിഫിക്കറ്റ് കോഴ്സോ ഒന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് കമ്പ്യൂട്ടറിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി മതി, ജസ്റ്റ് ഒരു ഡിഗ്രി മതി ഏതെങ്കിലും വിഷയത്തിൽ. അതല്ലാതെ മറ്റു ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷനോ ഒന്നും ഇതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഏകദേശം 6.14 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു CTC വരുന്നത്. അത് നമുക്ക് മന്ത്ലി നമുക്കൊരു ഏർണിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് 50,000 അല്ലെങ്കിൽ മുകളിലായിട്ട് നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. അതിൽ പിന്നെ ആനുവൽ ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ പെർഫോമൻസ് ഇതിനൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ ന്യൂ പെൻഷൻ സ്കീമിൽ നമ്മൾ ഉൾപ്പെടുത്തും. പിന്നെ നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ സാധ്യത ഉണ്ട്. ഗ്രേഡ് Oയിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രേഡ് Aയിലേക്ക് മാറാം. 3 വർഷത്തെ സർവീസ് ഉണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അവിടെ വിലയിരുത്തും കേട്ടോ. ഓക്കെ, അങ്ങനെ പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്. സ്കെയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 1 ഇയർ ഡ്യൂറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്താൽ 1 ഇയർ നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ ടെസ്റ്റും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂ അതുപോലെ മെഡിക്കൽ ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഒരു സിലബസ് കാര്യങ്ങൾ അതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഇതിൽ കൂടുന്നുണ്ടെങ്കിൽ ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ 60 മാർക്ക് 60 ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ജനറൽ അല്ലെങ്കിൽ ഇക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ, IT ഇതുമായി ബന്ധപ്പെട്ട ഒരു 60 ക്വസ്റ്റ്യൻ 60 മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിന് വെച്ച് ഇതേ സിലബസ് കവർ ചെയ്യുന്ന ബുക്ക് ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആ ബുക്ക് നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാകുക. ഏജ് ലിമിറ്റിലുള്ള റിലാക്സേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10, ദെൻ എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ 1984 റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഫോട്ടോ, അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലെ നിങ്ങൾ എഴുതി വെക്കണം. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇവരെങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്നത് സെയിം ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ എഴുതുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്നുള്ള അതിന് പകരം നിങ്ങളുടെ പേര് എഴുതുക. എന്നിട്ട് ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡിക്ലറേഷനാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇതുപോലെ ഒരു പേജിലേക്ക് നിങ്ങൾ എഴുതണം. എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യണം. സ്കാൻ ചെയ്തതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അടുത്തതായിട്ട് ഇതിൻ്റെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 250, ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം 1050 രൂപ ഫീ ആയിട്ട് കൊടുക്കണം കേട്ടോ. റീഫണ്ട് ഉണ്ടാവില്ല. സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിപ്റ്റ് കിട്ടും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്തതും ഈ പറയുന്ന ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അത് പിന്നീട് ആവശ്യം വരും കേട്ടോ. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫോട്ടോ, സിഗ്നേച്ചർ, അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം.
ഇപ്പോൾ SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ സ്കാൻഡ് ഡോക്യുമെൻസിൻ്റെ കറക്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫ് ഒക്കെ ആണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, വൈറ്റ് ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് അവർ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ 200x230 പിക്സൽ ഡയമെൻഷൻ, 20 GB 50 GB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ്. ഇനി ഫോട്ടോഗ്രാഫ് നമ്മൾ ഒന്ന് സ്കാൻ ചെയ്യുകയും ഇനി വേറെ അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, ലൈവായിട്ടൊരു ഫോട്ടോ എടുക്കണം. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുത്ത് സ്കാൻ ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അത് കൂടാതെ നമ്മൾ ലൈവ് ഫോട്ടോ എടുക്കണം. നമ്മുടെ മൊബൈൽ ക്യാം അല്ലെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്തിട്ട്, മൊബൈലാണെങ്കിൽ മൊബൈൽ ഫോൺ ക്യാം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങളുടെ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആകാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു എന്താണ് നമ്മൾ കറക്റ്റായിട്ട്, അതായത് ഒരു ഡാർക്ക് ഏരിയയിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കരുത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പം നമ്മൾ ചുമരൊക്കെ വൈറ്റ് കളർ പെയിൻ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തോ. ഇനി നമ്മൾ ബാക്കിൽ മറ്റു വസ്തുക്കളൊന്നും ഇല്ലാന്നൊക്കെ ഉറപ്പ് വരുത്തി ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ ഒക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ചും പാടെ അവർ പറയുന്നത്, ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ക്യാമറയിൽ നോക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസിലായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. നമ്മുടെ ബോഡി മൊത്തം ഫോട്ടോ എടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. 150x60 പിക്സൽ ഡയമെൻഷൻ, 10 GB 20 GB ഇടയിൽ ഫയൽ സൈസ് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന മുൻപ് റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന ഇതല്ലാതെ, അതായത് നമുക്ക് ലൈവ് ക്യാപ്ചർ ചെയ്യുന്നത് നമ്മൾ ആ സമയത്താണ് ചെയ്യേണ്ടത്. ദെൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തള്ളവിരലിൻ്റെ ഇടത് കൈയുടെ തള്ളവിരൽ മഷിയാക്കിയിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇംപ്രഷൻ നമ്മൾ പകർത്തിയിട്ട് ഈ പറയുന്ന 250x250 പിക്സൽ അത് സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കാം. മൊബൈലിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ ആ ഡയമെൻഷൻ മാറ്റിയാൽ മതി. ദെൻ 20 GB 50 GB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈസി ടൂളിൽ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ ഉണ്ട് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ ഉണ്ട്, അതിൽ ഇതൊക്കെ ഫയൽ റീസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് നമുക്കിതിൻ്റെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ 800x400 പിക്സൽ ഡയമെൻഷൻ ആയിരിക്കണം. അതുപോലെ 50 KB to 100 GB ഇടയിലായിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ സെറ്റാക്കി വെക്കണം. ഇനി എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിൽ ഓൺലൈൻ ടെസ്റ്റ് ഉള്ളത് ഇതാക്കണം: ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, എറണാകുളം, കോട്ടയം, കൊല്ലം, അതുപോലെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരാണുള്ളത്. പിന്നെ ലക്ഷദ്വീപ് ആണെങ്കിൽ കവരത്തി. ഇനി തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ചെന്നൈ, കോയമ്പത്തൂർ മുതൽ തമിഴ്നാടും സെൻറ്ററുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി പ്രധാനപ്പെട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങൾ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഇത്തരം എയർപോർട്ട് ജോബുകളും ആമസോൺ വർക്ക് ഫ്രം ഹോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്സും ജോബ് ഫെയറും ഒക്കെ അങ്ങനെ വിവിധ പോസ്റ്റുകൾ നമ്മളിതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ മെയില് മാത്രമാണ്, ഇപ്പം മെയിലാണ് നമ്മൾ തുടങ്ങിയത്, മെയില് മാത്രമാണ്. അങ്ങനെ നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പം നിലവിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 100 പേർക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 100 പേർക്ക് അവർക്ക് GOCL 40 സ്പേസ് എടുത്തിട്ടോ GOCL ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കാൻ, എന്നിട്ട് 40 അടിച്ചാൽ 200 രൂപ ഇതിന്ന് മൈനസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഫറും പടപ്പം കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ടെലഗ്രാം ഓപ്പൺ ഗ്രൂപ്പ് ഇതിൽ ജോയിൻ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, IDBIൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് IDBI ബാങ്കിൻ്റെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ GOCL എജുലാൻഡ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതിലേക്ക് വരും. ഇനി അല്ലെങ്കിൽ ഗൂഗിളിൽ GOCL എജുലാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ബാങ്ക് ജോബ്സ് കണ്ട് കാണാം. അതുപോലെ കേരള ജോബ്സ് ഇതിലൊക്കെ ഉണ്ട്, IDBI ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും നോക്കുക, ഇവിടെ ഈ 4-5 പോസ്റ്റ് ഇതിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ റീഡ് മോർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ IDBI എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ സെർച്ചിൽ ഇവിടെ കണ്ടില്ലെങ്കിൽ, കാരണം പുതിയ പോസ്റ്റൊക്കെ ഇടുമ്പോൾ താഴെ പോകും. അപ്പോൾ ഇവിടെ കാണാം IDBI ജാം റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോസ്റ്റ് ഓപ്പൺ ആയി വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ ആമസോണിൻ്റെ ഒരു ബുക്കിൻ്റെ ലിങ്ക്, ഒരു ഡയറക്റ്റ് ലിങ്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന IDBIൻ്റെ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ 2025 എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയ ബുക്കാണ്. ഓക്കെ,
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്കൽ റീസൺ അതിൻ്റെ ആ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ ഒക്കെ അതിൻ്റെ കവറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചട്ടയിൽ കാണാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. നിങ്ങൾക്ക് വാങ്ങിയിട്ട് എന്താണ് ഓക്കെ അല്ലേ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആമസോണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയൊരു ബുക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെയും ബുക്കുകളുണ്ട്, നിങ്ങൾക്ക് നോക്കാം. വേറെയും ബുക്കുകൾ കിട്ടുന്നത് IDB JAM എക്സാം ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇത് അവിടെ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകും. അവിടെ IDB ബാങ്കിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പേരും നമ്മുടെ മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ മറ്റു ഡീറ്റെയിൽസ് പ്രിവ്യൂ, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ വളരെ സിമ്പിൾ ഫോമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ് കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഫോം ഫില്ലിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാം. വീഡിയോ ആയിട്ട് താല്പര്യമുണ്ട് നിങ്ങൾ പറയാം. കാരണം അതിൽ നമ്മൾ കുറേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സമയം ഇരിക്കണം. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.